അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന് കിട്ടുന്ന 4 സ്ഥിര സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതൊക്കെ അതുകൊണ്ടല്ലേ. ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ആ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കേരളത്തിലൊരു നേതൃത്വമില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല, അതൊക്കെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അത് ഒരു വിവാദമാക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനോ ഞാൻ തയ്യാറാണ്. അന്ന് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അത് UN നിന്ന് വിട്ടു വന്ന സന്ദർഭത്തിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തോട് പാർട്ടി ചേരണമെന്നും ഞാൻ അന്ന് പാലക്കാടാണ് സജസ്റ്റ് ചെയ്തത്, പാലക്കാട് നിൽക്കണമെന്നും ഒക്കെ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞെന്നുള്ളത് സത്യമാണ്. അത് ശരിയാണ്, അത് അദ്ദേഹം പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഒരു പാർട്ടിക്ക് അത് അദ്ദേഹത്തെ പോലെ ആൾ വരുന്നത് നല്ലതാണ് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് അത് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഞാനിവിടെ കോൺഗ്രസിന്റെ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എറണാകുളത്ത് നടന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം പാർട്ടി അംഗമല്ലാതായിട്ട് കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. സോണിയാഗാന്ധിയുടെ പങ്കെടുത്ത ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ അദ്ദേഹം പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന് കിട്ടുന്ന 4 സ്ഥിര സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതൊക്കെ അതുകൊണ്ടല്ലേ. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാൻ തയ്യാറല്ല. ഏതാ ഈ CPM ഒരു കരട് രേഖ അയച്ചിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടുണ്ട്. മോദി സർക്കാർ ഫാസിസ്റ്റ് ഇതല്ല എന്നുള്ള തരത്തിൽ. അതെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും CPM-ഉം BJP-യുമായിട്ട് പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കുകയല്ലേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തന്നെ BJP-യുടെ വോട്ട് കൊണ്ടല്ലേ. BJP-യുടെ 14% വോട്ട് 10 കുറഞ്ഞതുകൊണ്ടല്ലേ തുടർഭരണമുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഇനിയും എന്നാണ് BJP പുരോഗമന പാർട്ടിയാണ് എന്ന് CPM പറയുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. CPM-ഉം ഫാസിസ്റ്റ് ശക്തി അല്ല RSS-ഉം BJP-യും എന്ന് പറയുന്ന CPM ഈ നാട്ടിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഫാസിസ്റ്റ് ശൈലിയിൽ പ്രവർത്തിക്കുന്ന RSS-നെയും BJP-യെയും അവർ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കൂടി നോക്കി കണ്ടുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ സംശയം. അല്ല, അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി കണ്ടതിന് ശേഷമുള്ള അദ്ദേഹം കാണുന്നതിന് മുമ്പാണ് ഈ പ്രതികരണം ഉണ്ടായത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ശ്രീ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. മറ്റൊരു ചോദ്യം രമേശ് ജി, അതായത് രമേശ് ജി തന്നെ പറഞ്ഞു ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് മുൻപായിരുന്നു എന്നുള്ളത്. അങ്ങനെ മുൻപ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ശരിയായ സമീപനമാണോ പാർട്ടി? രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം അദ്ദേഹം പരസ്യമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ടില്ല.